പേര് അലീന എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പനത്തടി ഇടവകയിലെ അംഗമാണ്. ഇതെൻ്റെ മമ്മിയാണ്. ഉടമ്പടി എടുത്തതിൽ നിന്നും അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ മമ്മിയുടെ ഉടമ്പടിയുടെ ഇതിൽ മമ്മി വന്നപ്പം ഞാൻ മമ്മിയുടെ കൂടെ ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അല്ലാണ്ട് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം മമ്മി നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ OETയുടെ എക്സാമിൻ്റെ കാര്യം. അപ്പം OETക്ക് നല്ല സ്കോർ കിട്ടാൻ വേണ്ടി മമ്മി പ്രാർത്ഥിച്ചായിരുന്നു, ഉടമ്പടിയിൽ നിയോഗം വെച്ച്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OETയിൽ നല്ല സ്കോർ കിട്ടി. ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയായിരുന്നു. അപ്പം ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞ് അവിടെ വന്നിട്ട് എൻ്റെ റൂമിലുണ്ടായിരുന്ന ചേച്ചി ഉടമ്പടി എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പം ചേച്ചിയും ഞാനും റൂമിൽ വെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചൊല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ചേച്ചി ഉടമ്പടി വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മെഴുകുതിരി മാത്രമായിരുന്നു. പിന്നെ ചേച്ചിയുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന പത്രം ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു പത്രം ചേച്ചി എനിക്ക് തന്നു. അപ്പം അതിലൊരു പത്രം മൊത്തം ഞാനിരുന്ന് വായിച്ചു. അപ്പം എനിക്ക് തോന്നി ഉടമ്പടി എടുക്കാം. അപ്പം നോക്കുമ്പം ഇവിടെ വന്ന് എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല. അതൊരു ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഉണ്ടായിരുന്ന തിരി വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ എപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്ത സങ്കടത്തോടെ തിരി കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നോ അപ്പോഴൊക്കെ മാതാവ് ആ തിരിയിൽ ഒരു ഹാർട്ട് കാണിച്ചു തരുമായിരുന്നു. അപ്പം അങ്ങനെ എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവ് ഒരു ഹാർട്ട് കാണിച്ചു തരും. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അല്ലാണ്ട് നീ എനിക്കായിട്ട് മാത്രം എന്തെങ്കിലും ഒരു അടയാളം നീ കാണിച്ചു തരണം, എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചു എന്ന് എനിക്കൊരു കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഒരു ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നെ വന്ന് തൊടുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എൻ്റെ ഉടമ്പടി മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡെയിലി ഒരു മുഴുവൻ കൊന്ത ഞാൻ ചൊല്ലുമായിരുന്നു. ബൈബിൾ വായനയും ഒക്കെ ഞാൻ നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു 2015 നഴ്സിംഗ് പഠിക്കാൻ പോയതാണ്. അപ്പം വീട്ടിൽ നിന്ന് മാറി നിന്നേ പിന്നെ അങ്ങനെ വലിയ കുരിശുവരയോ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, അതല്ലാണ്ട് വേറൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ന്യൂസിലാൻഡിലായിരുന്നെങ്കിൽ തന്നെ അവിടെ മലയാളം കുർബാന ഉണ്ടായിരുന്നു. അപ്പം വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മുടങ്ങാണ്ട് പള്ളിയിൽ പോകുമായിരുന്നു, കുർബാന കൂടുമായിരുന്നു. പിന്നെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തിയായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമായിരുന്നു. അപ്പം ഏപ്രിൽ 14 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, കടലിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു, തിരമാലകൾ അലയടിക്കുന്നു, അങ്ങനെയൊക്കെ അച്ഛനൊന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടായി ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. അപ്പം ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഫോട്ടോ അപ്പം ലാപ്ടോപ്പിൽ സ്ക്രീനിൽ എനിക്ക് കാണാം. അപ്പം ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ ആ ഫോട്ടോ ദിവ്യകാരുണ്യത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തത്. പക്ഷേ എനിക്ക് കിട്ടിയ ഫോട്ടോയ്ക്കകത്ത് ദിവ്യകാരുണ്യ ഈശോയും ഉണ്ടായിരുന്നു, കൃപാസന മാതാവും ഉണ്ടായിരുന്നു. 2 പേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമുള്ള ഒരു ഫോട്ടോയായിരുന്നു. ഞാനത് അയച്ചു കൊടുത്ത എല്ലാവർക്കും മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു. വിഷമത്തോടെ പ്രാർത്ഥിച്ചവർക്കൊക്കെ മാതാവ് അനുഗ്രഹം കൊടുത്തു. പിന്നെ അങ്ങനെ മാതാവ് എന്നെ കുറേ അനുഗ്രഹിച്ചായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത ഏപ്രിൽ 5 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പം എനിക്ക് 2015, അതായത് ഒരു 9 വർഷമായിട്ട് നിന്ന നിപ്പി തല ഇറങ്ങി വീഴുമായിരുന്നു. അതിന് ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. അപ്പം അവർ പറഞ്ഞിരുന്നത് വെർട്ടിഗോയാണ്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, എക്സസൈസൊക്കെ ചെയ്താൽ കുറഞ്ഞോളുമായിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ടും MRI എടുക്കാനും CT സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അപ്പം ഞാനത് പിന്നെ വിട്ടു. അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് രാത്രി കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക്
എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങി. എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അതിൽ പിന്നെ ഏപ്രിൽ 5-ന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന്. അപ്പം ഞാൻ ഏപ്രിൽ 5-ന് ഉടമ്പടി എടുത്തു. ഏപ്രിൽ 24 ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് മാതാവ് നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു. ഇപ്പം ഞങ്ങൾ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാനും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനൊക്കെ സൗകര്യത്തോട് കൂടി തന്ന ഒരു വീടാണ് മാതാവ്. അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു അനിയത്തിയുണ്ട്. അപ്പം അനിയത്തി DHA എക്സാമൊക്കെ എഴുതിയായിരുന്നു. അപ്പം എക്സാം എഴുതാൻ അവൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. 2 തവണ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവൾ എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയത്. അപ്പം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അവളെ ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. പിറ്റേ ദിവസം DHA പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ച് റിസൾട്ട് പറഞ്ഞു. അവൾക്ക് 80% എബോവ് മാർക്കുണ്ടെന്ന്. അപ്പം ഇവളുടെ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ റൂമിലെ ചേച്ചിയുടെ ഉടമ്പടിക്ക് ആശീർവാദം വെച്ചിട്ടായിരുന്നു ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് ഇവൾക്ക് ആ എക്സാം പാസ്സാക്കി കൊടുക്കുമെന്ന്. അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം. അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവളുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ അങ്കിള് വീണിട്ട് കാലിന് എന്തോ പറ്റി ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പം അങ്കിളൊന്ന് റിക്കവറായി വരുമായിരുന്നു. അപ്പോഴത്തേക്കിനും ഒന്നുകൂടെ വീണിട്ട് ആ അങ്കിളിൻ്റെ കാലിന് പിന്നെയും വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പം ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഡയറക്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ 2ാമത്തെ നിയോഗം ആ അങ്കിളിൻ്റെ കാര്യമായിരുന്നു. അപ്പം ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ അങ്കിള് എല്ലാം സുഖപ്പെട്ട്. ഞാൻ ഉടമ്പടി തൈലം അവൾ വീട്ടിൽ വന്നപ്പം അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു, കുറച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട്. അപ്പം ആ ഉടമ്പടി തൈലമൊക്കെ തേച്ച് അവർ പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്കിള് ഡിസ്ചാർജായിട്ട് വീട്ടിൽ പോയി എന്നാണ്. അതെനിക്ക് മാതാവ് വഴി നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥനയോ അങ്ങനെയുള്ളൊരു ആളല്ലായിരുന്നു. എപ്പോഴും ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളായിരുന്നു. ഇപ്പം ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഒത്തിരി സമയവും കൊന്ത ചെല്ലാനും പിന്നെ യൂട്യൂബ് വഴി സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പം അതിനകത്ത് ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ആ ചേച്ചി ഇട്ട് വെച്ച ഡേറ്റ് 21 അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് മാതാവ് ഒരു ഡേറ്റും കാണിച്ചു തരുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പം ജൂലൈ 5-നാണ് എൻ്റെ ഉടമ്പടി എടുത്തിട്ട് 90 ദിവസം ആവുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ജൂലൈ 5-ന് മുമ്പ് ഞാനാണെങ്കിൽ അവിടെ നിന്ന് ന്യൂസിലാൻഡിൽ വെച്ച് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഒത്തിരി ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ജൂലൈ 5-ന് മുമ്പ് എനിക്കൊരു ഓഫർ ലെറ്റർ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം 4-ാം തീയതി തന്നെ മാതാവ് എനിക്കൊരു ഓഫർ ലെറ്റർ തന്ന് അനുഗ്രഹിച്ചു. ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സെയിം ഓഫർ ലെറ്റർ കിട്ടിയായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 3 ഇയർ കോൺട്രാക്റ്റിൽ കാഷ്വൽ ജോബായിരുന്നു ഓഫർ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ദിവസവും പോയി ജോലി ചെയ്യണം, അങ്ങനെയുള്ളൊരു ഓഫറായിരുന്നു. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു മടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർ 4-ാം തീയതി എനിക്ക് ആഴ്ച ഓഫറിനകത്ത് ഫിക്സഡ് ആയിട്ട് ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് 2 വർഷത്തെ കോൺട്രാക്റ്റിലേക്കാണ് അവരെന്നെ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. മാതാവും ഈശോയും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ആയിരുന്നപ്പം ഡ്യൂട്ടിയുടെ സമയത്ത് പ്രായമായവരെയൊക്കെ നോക്കുമ്പം ഞാൻ ഈശോയോട് പറയായിരുന്നു, എനിക്ക് കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവരെ അവർക്ക് ഓരോ കെയർ കൊടുക്കുമ്പോഴൊക്കെ
ഞാൻ പറയുമായിരുന്നു ഇത് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് എടുക്കണം എന്ന് ഞാൻ മാതാവിനോടും ഈശോയോടും പറയുമായിരുന്നു. പിന്നെയാണെങ്കിൽ വീട്ടിൽ മമ്മിയോടൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം അനാഥാലയങ്ങളിലൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും പിന്നെ ധനസഹായം ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് ജൂൺ 28 ഉടമ്പടി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പത്രം ഞാൻ ആ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ അവിടെയുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു. രോഗികളെയൊക്കെ കണ്ടു. ഞാൻ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്തത്. അപ്പോൾ ആ പത്രം കൊടുക്കുന്ന ആൾക്കാർ മാതാവിനെ അറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഴി ആ പത്രം വഴി എല്ലാവരും ഞാൻ പത്രം കൊടുത്ത ആൾക്കാരൊക്കെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സാക്ഷികളാക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ പത്രമൊക്കെ കൊടുത്തത്. മാതാവും ഈശോയും എനിക്ക് തന്ന, എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓടാന് നന്ദി പറയുന്നു.